വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസ്തയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവന്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. സമൂഹത്തിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയുള്ള സന്ദേശമായി ലേവിയുടെ തിരഞ്ഞെടുപ്പ്. തന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ സഹായിക്കുന്നതിനും തന്റെ സഹകാരികളായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി 12 പേരടങ്ങുന്ന ശിഷ്യന്മാരുടെ ഒരു സമൂഹത്തെ വിളിച്ചുകൂട്ടുന്ന വേളയായിരുന്നു യേശു അത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ ചുങ്കക്കാരനായ ലേവി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് യേശു ആ ചെറു സംഘത്തിലേക്ക് ക്ഷണിക്കുന്നത്. യഹൂദമതത്തിലെ വരണ്യവർഗം ചുങ്കക്കാരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കാനിടവന്നിട്ടുള്ള ഒരു വിഭാഗമാണ്. കാരണം റോമൻ ചക്രവർത്തിക്ക് വേണ്ടി ചുങ്കം പിരിക്കുക എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് മതനിന്ദയാണ്. അതുകൊണ്ട് മതത്തിൽ നിന്ന് അവർ ബഹിഷ്കൃതരാകണം എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. അതുകൊണ്ട് സമൂഹത്തിൽ ഒരു തരത്തിലും മതിപ്പോ ബഹുമാനവോ ആദരവോ ഉണ്ടായിരുന്ന ഒരു വിഭാഗക്കാർ അല്ലായിരുന്നു ചുങ്കക്കാർ. യഹൂദ വംശത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത യേശുവിന്റെ കാഴ്ചപ്പാട് വളരെ ഭിന്നമാണ്. യേശുവിന് ആരും ബഹിഷ്കൃതരും പുറന്തള്ളപ്പെടേണ്ടവരായിട്ടും ഇല്ല. അതിന്റെ പ്രകാശനം എന്ന രീതിയിൽ യേശു സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായിട്ട് കണക്കാക്കപ്പെടുന്ന ചുങ്കക്കാരിൽ ഒരുവനെ തന്റെ 12 പേരുടെ ചെറു സമൂഹത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. ആ ചെറുപ്പക്കാരൻ യേശുവിന്റെ ക്ഷണം ലഭിച്ചപ്പോൾ ജീവിതത്തിൽ നിർണായകമായിട്ടൊരു തീരുമാനമെടുക്കുകയും യേശുവിനെ അനുധാവനം ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായിട്ടുള്ള ആളാണ് ഈ ലേവി എന്നുണ്ടെങ്കിലും സാമ്പത്തികമായി വളരെയേറെ ഭദ്രതയുള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കണം ലേവി. യേശു തന്നെ ബഹുമാനിക്കുകയും തന്നെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകണം ആത്മാർത്ഥമായ നന്ദിയുടെ പ്രകാശനം എന്ന രീതിയിൽ കൂടെ നമുക്ക് കരുതാം ലേവി ഒരു വിരുന്ന് സൽക്കാരം തന്നെ അവിടെ ഒരുക്കുകയാണ്. തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ചുങ്കക്കാരും പലരുമുണ്ട്. യേശുവും യേശുവിന്റെ കൂട്ടത്തിൽപ്പെട്ട അനുയായികളുമുണ്ട്. പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് സമൂഹത്താൽ ബഹിഷ്കൃതരായിട്ടുള്ള പാവപ്പെട്ട പലരും ആ വിരുന്ന് സൽക്കാരത്തിൽ ക്ഷണിക്കപ്പെട്ടവരായിട്ടുണ്ട്. യേശു ആ വിരുന്ന് സൽക്കാരം ആസ്വദിക്കുന്നതായിട്ടാണ് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. യേശുവും തന്റെ അനുയായികളും ലേവി എന്ന് വിളിക്കപ്പെടുന്ന ചുങ്കക്കാരൻ ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിൽ സംബന്ധിക്കുന്നത് മനസ്സിലാക്കിയപ്പോ വരണ്യവർഗക്കാരായിട്ടുള്ള യഹൂദരെ ഫരീസയരും നിയമപണ്ഡിതരും ഉൾപ്പെടുന്ന ആ വിഭാഗം അതൊട്ടും അവർക്ക് രുചിച്ചില്ല. അവർ വിമർശനശരമായിട്ട് രംഗത്ത് വരുന്നു. യഹൂദന്മാരാണ് എന്ന് അവകാശപ്പെടുകയും യഹൂദമതത്തിന്റെ നിയമം ലംഘിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായിട്ടുള്ള ഈ ചുങ്കക്കാരുടെ കൂടെ സഹവസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മാന്യമായിട്ടുള്ള യഹൂദന്മാർക്ക് യോജിച്ചതല്ല എന്ന രീതിയിലാണ് അവരുടെ വാദഗതി മുന്നോട്ട് പോയത്. യേശു അത് ശ്രദ്ധിച്ചുകൊണ്ട് യേശുവിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയാണ്.
തന്നെ സംബന്ധിച്ച് ബഹിഷ്കൃതരും അപഷ്കൃതരുമായിട്ട് ആരും മനുഷ്യരിൽ ഇല്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ചിലർക്ക് സാഹചര്യങ്ങൾ അവരെ സമൂഹത്തിന്റെ പാർശ്വവർത്തികളായിട്ട് ജീവിക്കാൻ ഇടവരുത്തി എന്ന് മാത്രം. അതുകൊണ്ട് യേശു വ്യക്തമായി പറയുന്നു, താൻ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തന്നെ പാപികളെ മനസ്താപത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയാണ്, അവരെ ഒരുക്കാൻ വേണ്ടിയാണ്. നീതിമാന്മാരെ അന്വേഷിച്ചല്ല ഞാൻ വന്നിരിക്കുന്നത്, അവർക്ക് എന്റെ സഹായം ആവശ്യമില്ല എന്ന രീതിയിൽ യേശു പരസ്യമായിട്ട് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അർത്ഥമില്ലാത്ത പാരമ്പര്യവും പതിവുകളും സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഉചിതമല്ല എന്ന കാഴ്ചപ്പാട് വളരെ പ്രകടിതമായ രീതിയിൽ അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവർക്ക് അവിടെ വെച്ച് തക്കതായിട്ടുള്ള ഉത്തരവും യേശു നൽകുന്നു. അവിടെ വെച്ചായിരിക്കണം ലേവിക്ക് യേശു പുതിയൊരു പേര് നൽകിയത്, മത്തായി. മത്തായി എന്ന നാമം യേശു കൊടുത്ത പേരായിട്ട് വേണം നാം മനസ്സിലാക്കാൻ. ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുന്നവൻ എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നത് തെറ്റില്ല. അങ്ങനെ യേശു സമൂഹത്തിലെ ഒരു നവീകരണ പ്രക്രിയ പോലും ആരംഭം കുറിച്ചുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരുടെ ചെറു സംഘത്തെ രൂപീകരിക്കാൻ ഇടവന്നത് എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.